والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب الكتاب الطهارة إلى التفصل. الترهيب من دخول الرجال الحمام بغير أذر، ومن دخول النساء بأذر وغيرها إلا نفساء أو مريضة، وما جاء في النهي عن ذلك. الترهيب من دخول الرجال الحمام بغير أذر. പുരുഷന്മാർ ഹമ്മാമിലേക്ക് ഇസാറ ഇല്ലാതെ, ഇസാറ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് താഴ്ഭാഗത്ത് ധരിക്കുന്ന വസ്ത്രം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മുണ്ട് എന്നുള്ളത്, മുട്ടുമുക്കലിനിടയിൽ മറക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം, അതില്ലാതെ ഹമ്മാമിലേക്ക് പോകുന്നത് കുറിച്ചുള്ള ഗൗരവം, അത് വിരോധിച്ചുകൊണ്ടുള്ളത്. ഹമ്മാം എന്താണ് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അതുപോലെ സ്ത്രീകൾ ഇസാറത്തുണ്ടെങ്കിലും അല്ലെങ്കിലും ഹമ്മാമെങ്കിൽ പോയിരുന്നത് കൊണ്ട് വിരോധിച്ചിട്ടുള്ളത് നുഫസാവോ മരിയവ, രോഗികളോ അല്ലെങ്കിൽ ഹൈലോ നിഫാസോ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ അങ്ങനെ ആവശ്യങ്ങളല്ലാതെ ഹമ്മാമിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള വിരോധനവും വന്നിട്ടുള്ള ഹദീസാണ്. ഇവിടെ ഹമ്മാം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ ഉപയോഗിക്കാറുള്ളത് വാഷ്റൂം എന്നുള്ള അർത്ഥത്തിലാണ്. ഹമ്മാം രണ്ട് തരത്തിലുണ്ടാകും. ഒന്ന് വീടുകളിലുള്ളത്, നമ്മുടെ വീടുകളിൽ നമുക്ക് കുളിക്കാനും മറ്റും ഉപയോഗിക്കുന്നതിന് ഹമ്മാം എന്ന് പറയും. ഹമ്മാം എന്നുള്ള പദം വന്നിട്ടുള്ളത് ഹമീമ അഥവാ ചൂട് എന്നുള്ള അർത്ഥത്തിലാണ്, അഥവാ കുളിക്കാനും മറ്റും ചൂടുവെള്ളം ലഭിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂം, വാഷ്റൂം അതിന് കുഴപ്പമില്ല. അതിൽ ഒരു വീടുകളിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള വാഷ്റൂമുകൾ, അതിനെ കുറിച്ചല്ല ഇതിൽ പറയുന്നത്. രണ്ടാമത്തെ രീതിയിലുള്ള ഹമ്മാം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ ചില നാടുകളിൽ, അന്ന് അറബ് നാടുകളിൽ ഉണ്ടായിരിക്കാം, ഇന്നും ചില പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ഉള്ള ഒരു സൗകര്യമാണത്. പൊതുവായിട്ട് ആളുകൾക്ക് കുളിക്കാനും മറ്റും ഉപയോഗിക്കുന്ന വാഷ്റൂമുകൾക്കാണ്, അതിന്റെ വിഷയമാണ് ഇവിടെ പറയുന്നത്. അത് തന്നെ രണ്ട് രീതിയിലുണ്ടാകും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കോമൺ ആയിട്ട് ഒരു ഹമ്മാം എന്നുള്ള നിലക്ക് പൊതുവായിട്ടുണ്ടാകും. അതിലൊരിക്കലും പോകാൻ പാടില്ല. അത് മുസ്ലിങ്ങളുടെ മേലെ ഹറാമാണ്. കാരണം ഒരുപാട് ഫിത്നയിലേക്കും അതുപോലെ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഔറത്തുകൾ വെളിവാകുന്ന, കാണാൻ അവസരം ലഭിക്കുന്ന ഒരു സാഹചര്യം അതിലൊരിക്കലും പോകാൻ പാടില്ല. രണ്ടാമത്തെ തരം പുരുഷന്മാർക്ക് മാത്രമായിട്ടും സ്ത്രീകൾക്ക് മാത്രമായിട്ടും ഉണ്ടാകും. ഇവിടെ പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള ഹമ്മാമിൽ, അഥവാ ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് കുളിക്കാനുള്ള സൗകര്യമുള്ള ഹമ്മാമുകളിൽ പുരുഷന്മാർ പ്രവേശിക്കുക എന്നുള്ളത് ഉസുറില്ല, അഥവാ ഇസാറ ഇല്ലാതെ പ്രവേശിക്കാൻ പാടില്ല. അഥവാ താഴ്ഭാഗം മറക്കുന്ന വസ്ത്രമില്ലാതെ ഔറത്ത് വെളിവാകുന്ന അവസ്ഥയിൽ അവർക്ക് പ്രവേശിക്കാൻ പാടില്ല. ഔറത്ത് മറക്കുന്ന അവസ്ഥയിൽ അവർക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ സ്ത്രീകളുടേത് മാത്രമായിട്ടുള്ള ഹമ്മാമാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മൂന്ന് രീതിയിൽ ഉലമാക്കൾ ഈ ഒരു ഹദീസുകളെ വിശദീകരിച്ച് കാണാം. അതായത് ഒന്നാമത്തെ രീതി, സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെയാണ് വിധി, അഥവാ ഔറത്ത് വെളിവാകില്ല, മറ്റുള്ള സ്ത്രീകൾ കാണാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ പ്രവേശിക്കാവുന്നതാണ് എന്ന അഭിപ്രായത്തിൽ. രണ്ടാമത്തേത് മക്രൂഹാണ് എന്ന അർത്ഥത്തിൽ. മൂന്നാമത്തേത് നിർബന്ധിത ലറൂറത്തിനല്ലാതെ, നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ ഹറാമാണ് എന്നർത്ഥത്തിൽ. ഹറാമാണ്. നിർബന്ധിത സാഹചര്യം പറഞ്ഞാൽ ഒരു സ്ത്രീ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം, അപ്പോൾ വീട്ടിൽ വെള്ളമോ മറ്റോ ഇല്ല, അതിലുള്ള വെള്ളം വളരെ തണുപ്പുള്ളതാണ്, ബുദ്ധിമുട്ടാണ്, ഹമ്മാമിലാണ് ചൂടുവെള്ളം ലഭിക്കുന്നുള്ളൂ, അങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കാം. ഈ മൂന്ന് രീതിയിൽ ഈ ഹദീസുകളെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലാഹിറായിട്ടും അല്ലെങ്കിൽ ഉലമാക്കൾ ഏറ്റവും റാജിഹായി പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾക്ക് ഹറാമാണ് ഇതുപോലുള്ള ഹമ്മാമുകൾ ഉപയോഗിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഈ വിഷയത്തിലുള്ള ഹദീസുകൾ വായിക്കാം. ഹമ്മാം എന്ന ആശയം മനസ്സിലായെന്ന് വിചാരിക്കും. عن جابر رضي الله عنه عن النبي صلى الله عليه وسلم قال: من كان يؤمن بالله واليوم الآخر فلا يدخل الحمام إلا بمئزر ومن كان يؤمن بالله واليوم الآخر فلا يدخل حليلته الحمام. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും ആരാണോ വിശ്വസിക്കുന്നത്. ഈ ആശയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അഥവാ ഇതേ വാക്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുക എന്നുള്ളത് അത് മബ്ദഉം മആദും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്.
അഥവാ ഒരു മനുഷ്യന്റെ തുടക്കവും അവസാനവും ഓർമ്മപ്പെടുത്താനാണ്. നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്നു, പരലോകത്തേക്ക് നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ പോകാനുണ്ട്. ആ രണ്ട് തുടക്കവും അവസാനവും ഓർമ്മിപ്പിക്കുന്ന വാക്കാണ് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അപ്പോൾ ഈ ഒരു കാര്യം വിശ്വസിക്കുന്ന ആളുകൾ. പിന്നെ അതിന് മറുപടി പറയാണ് ഫലാ യദ്ഖുലുൽ ഹമ്മാമ ഇല്ലാ ബിമിഅ്സരിൻ. ഒരു പുരുഷൻ ഹമ്മാമിൽ പ്രവേശിക്കാൻ പാടില്ല ഇസാറത്തില്ലാതെ, അഥവാ അവന്റെ മുട്ടുപൊക്കലിനിടയിൽ മറക്കുന്ന വസ്ത്രമില്ലാതെ ഔറത്ത് വെളിവാകുന്ന രീതിയിൽ ഈ ഹമ്മാമിലേക്ക് ഒരാൾ പ്രവേശിക്കാൻ പാടില്ല. അവിടെ ഔറത്ത് വെളിവാകുക എന്നുള്ളതാണ് ഗൗരവമുള്ള കാര്യം. ഒരിക്കലും ഒരു പുരുഷന്റെ ഔറത്ത് മറ്റൊരു പുരുഷന് നോക്കാൻ പാടില്ല, അത് വെളിവാക്കാനും പാടില്ല, സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഹമ്മാമുകൾ പൊതുവായിട്ടുള്ള ബാത്റൂമുകളാണ്. ബാത്റൂം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് എല്ലാവർക്കും കുളിക്കാനുള്ള സൗകര്യം, ആ വെള്ളം അങ്ങനെ ലഭിക്കുന്നതാണ്. അപ്പൊ ആളുകൾ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതെ പ്രവേശിക്കാൻ പാടില്ല. ومن كان يؤمن بالله واليوم الآخر فلا يدخل حليلته الحمام. അള്ളാഹുവിനും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരാൾ അവന്റെ ഹലീലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയാണ്. അഥവാ അവന് ഹലാലായിട്ടുള്ള ആൾ എന്ന അർത്ഥത്തിൽ അവന്റെ ഭാര്യയെ ഹമ്മാമിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. ഉദ്ദേശം ഹമ്മാമിലേക്ക് പോകാൻ അനുവദിക്കാൻ പാടില്ല. അവന്റെ ഭാര്യയെ പോലെ തന്നെ അവന്റെ ഉമ്മയും അതുപോലെ സഹോദരിമാരൊക്കെ ആണെങ്കിലും അവന്റെ അനുവാദം ലഭിച്ചുകൊണ്ട് അവൻ അനുവാദം നൽകാൻ പാടില്ല ഹമ്മാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ അവരുടെ ഔറത്ത് വെളിവാകാൻ സാധ്യതയുള്ള, അവർക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഹമ്മാമിലേക്ക് പോകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. وعنها يعني عائشة رضي الله عنها قالت سمعت رسول الله صلى الله عليه وسلم يقول الحمام حرام على نساء أمتي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹമ്മാമുകൾ ഹറാമാണ് എന്റെ ഉമ്മത്തിലെ സ്ത്രീകളുടെ മേലെ. സ്ത്രീകൾ ഹമ്മാമുകൾ ഉപയോഗിക്കാൻ പാടില്ല, പോകാൻ പാടില്ല. وعن أبي أيوب الأنصاري رضي الله عنه أن رسول الله صلى الله عليه وسلم قال من كان يؤمن بالله واليوم الآخر فليكرم جاره. ആരാണോ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നത് അവന്റെ അയൽവാസിയെ ആദരിക്കട്ടെ, അഥവാ അയൽവാസിയോടുള്ള കടമകൾ അവൻ വീട്ടിൽ കൊടുക്കേണ്ടതുണ്ട്. ومن كان يؤمن بالله واليوم الآخر فلا يدخل الحمام إلا بمئزر. നേരത്തെ പറഞ്ഞതുപോലെ ഇസാറത്തില്ലാതെ ഹമ്മാമിൽ പുരുഷന്മാർ പോകാൻ പാടില്ല. ومن كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت. അല്ലാഹുവിനും പരലോകത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ومن كان يؤمن بالله واليوم الآخر من نسائكم فلا يدخل الحمام. നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുള്ള സ്ത്രീകൾ പിന്നെ ഹമ്മാമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഫലാ യുദ്ഖിലുൽ ഹമ്മാം, പുരുഷന്മാർ അവരുടെ കീഴിലുള്ള സ്ത്രീകളെ ഹമ്മാമിലേക്ക് പോകാൻ അനുവാദം നൽകാൻ പാടില്ല എന്നുള്ള ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഒരു സംഭവം കാണാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഇതിന്റെ റാവി തന്നെ പറയുന്നത് ഫനമൈതു ബിദാലിക ഇലാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഫീ ഖിലാഫത്തിഹി. ഇവിടെ ഉമർ ബിൻ അബ്ദുൽ അസീസ് സ്വഹാബി അല്ല, പക്ഷെ റളിയല്ലാഹു അൻഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ പറയുന്നുണ്ട് തർദിയത്ത് റളിയല്ലാഹു അൻഹു എന്നുള്ളത് സ്വഹാബികൾക്ക് മാത്രം പറയാൻ മാത്രം നിർണയിച്ചിട്ടുള്ളതല്ല. ഏതൊരാൾക്കും ഏതൊരു മുസ്ലിമിനും വേണ്ടി പറയാവുന്ന ദുആ ആണ് റളിയല്ലാഹു അൻഹു എന്നുള്ളത്. മരണപ്പെട്ടു പോയവർക്കും ഇനി ഒരാൾ ജീവിച്ചിരിക്കുകയാണെങ്കിലും റളിയല്ലാഹു അൻക, അള്ളാഹു നിന്നെ തൃപ്തിപ്പെടട്ടെ എന്ന് ദുആ ചെയ്യൽ അനുവദനീയമാണ് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കാണാം. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി, അന്ന് ഹമ്മാമുകളുണ്ട്, സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസിന് ഈ ഹദീസ് കേട്ടിട്ടില്ല. ഈ ഹദീസ് ഉമർ ബിൻ അബ്ദുൽ അസീസ് അറിയിച്ചു. അങ്ങനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് അബൂബക്കർ ബിൻ മുഹമ്മദ് ബിൻ അംർ ബിൻ ഹസം എന്ന വ്യക്തിയെ, അന്ന് ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ഈ ഹദീസിനെ കുറിച്ച് അന്വേഷിക്കാൻ വിട്ടു, ഇത് ശരിയാണോ എന്നുള്ളത്. അങ്ങനെ അത് അറിഞ്ഞപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഹമ്മാമിലേക്ക് സ്ത്രീകൾ പോകുന്നത് തടയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ അനുവദിക്കാതെ തടയുകയുണ്ടായി എന്ന് കാണാം. അവിടെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസ് സ്ഥിരപ്പെട്ട് കിട്ടിയപ്പോൾ സ്വഹീഹാണെന്ന് അറിഞ്ഞപ്പോൾ ഖലീഫയായിട്ടുള്ള ആലിമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അത് നടപ്പിലാക്കി.
അടുത്ത ഹദീസ് വൻ ഖാസിൻ അൽ അജ്നാദ് ബിൽ ഖുസ്തൻതിയ അന്നഹു ഹദ്ദസ അന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല യാ അയ്യുഹന്നാസ് ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, من كان يؤمن بالله واليوم الآخر فلا يقعدن على مائدة يدار عليها الخمر. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരാൾ മദ്യം നൽകപ്പെടുന്ന അല്ലെങ്കിൽ മദ്യം ഒഴിച്ചിട്ടുള്ള മദ്യം കഴിക്കുന്ന ഒരു ഭക്ഷണത്തളികയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അഥവാ മദ്യം വിളമ്പുന്ന ഒരു സദസ്സ്, അതൊരു വിവാഹമാകട്ടെ അല്ലെങ്കിൽ മറ്റേതിലാവട്ടെ, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അള്ളാഹുവിനും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് പാടില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ വിവാഹത്തിനോ അല്ലെങ്കിൽ വേറെ വല്ല ആ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ചില സദസ്സുകൾ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വേറെ നാടുകളിൽ നമ്മുടെ നാടുകളിലൊക്കെ കാണാം. പക്ഷെ ഒരിക്കലും ഒരു മുസ്ലിം മദ്യം വിളമ്പുന്ന ഒരു സദസ്സ്, നമ്മൾ മദ്യപിക്കണ്ട എന്നല്ല, ആ സദസ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും പാടില്ല. ومن كان يؤمن بالله واليوم الآخر فلا يقعدن എന്ന് പറഞ്ഞു അവിടെ ഇരിക്കരുത്, ആ ഭക്ഷണത്തളികയിലേക്ക് പോവുക തന്നെ ചെയ്യരുത്. ومن كان يؤمن بالله واليوم الآخر فلا يدخل الحمام إلا بإزار. ഇസാറത്തില്ലാതെ പുരുഷന്മാർ ഹമ്മാമിൽ പ്രവേശിക്കരുത്. ومن كان يؤمن بالله واليوم الآخر فلا يدخل حليلته الحمام. നേരത്തെ പറഞ്ഞ പോലെ അവന്റെ സ്ത്രീകൾ, പ്രത്യേകിച്ച് അവന്റെ ഭാര്യയെ പിന്നെ ഹമ്മാമിലേക്ക് പറഞ്ഞു വിടാനും പാടില്ല. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.